ലോകകപ്പിൽ സെനഗലിനെ പരാജയപ്പെടുത്തി ബെൽജിയം പ്രീ ക്വാർട്ടറിൽ. തോൽവിയിലും തലയുയർത്തിപ്പിടിച്ച് വിമോചന നായകന്റെ ഓർമ്മകളെ മൈതാനത്ത് നെഞ്ചിലേറ്റിയ സെനഗൽ ടീം കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയം കവർന്നാണ് ലോകകപ്പിനോട് വിട പറയുന്നത്. അടങ്ങാത്ത പോരാട്ട വീരനൊടുവിൽ സെനഗലും പൊരുതി വീണു. അവസാന നിമിഷം വരെ ആവേശം നിറഞ്ഞു നിന്ന സീറ്റ് എഡ്ജ് ത്രില്ലറിലായിരുന്നു ബെൽജിയം കടന്നുകൂടിയത്. മത്സരത്തിലുടനീളം ആധിപത്യം പുലർത്തിയ സെനഗലിനായി ഹബീബ് ദിയാരയും ഇസ്മായിൽ അസാറുമാണ് ഗോൾ നേടിയത്. മത്സരത്തിന്റെ 24-ാം മിനിറ്റിലാണ് സെനഗലിന്റെ ആദ്യ ഗോൾ പിറന്നത്. മിന്നൽ പിണർ പോലെ പാഞ്ഞെത്തി ബെൽജിയത്തിനെതിരെ ആദ്യം വലകുലുക്കിയത് ഹബീബ് ദിയാരയായിരുന്നു. ഗോൾ നേടിയ ശേഷം ആഫ്രിക്കയുടെ വിമോചന നായകൻ പാട്രിക് ലുമൂംബയ്ക്ക് ആദരമർപ്പിച്ചുകൊണ്ട് ദിയാര നൽകിയ സല്യൂട്ട് ആഫ്രിക്കൻ കരുത്തിന്റെയും പോരാട്ടത്തിന്റെയും പ്രതീകമായി ഗാലറിയിൽ അലയടിച്ചു. ആദ്യ ഗോളിന് ശേഷവും സെനഗലിന്റെ മികച്ച പ്രകടനം തന്നെയായിരുന്നു കാണാൻ കഴിഞ്ഞത്. മത്സരത്തിന്റെ 51-ാം മിനിറ്റിൽ സെനഗലിന്റെ രണ്ടാം ഗോൾ ഇസ്മായിൽ അസാറാണ് മനോഹരമായ ആ ഗോൾ നേടിയത്. എന്നാൽ അവസാന നിമിഷങ്ങളിൽ ലുക്കാക്കുവും ടീൽമൻസും നേടിയെടുത്ത സമനില ഗോൾ മത്സരത്തെ അധിക സമയത്തേക്ക് നയിച്ചു. 85-ാം മിനിറ്റ് വരെ കളത്തിലില്ലാതിരുന്ന ബെൽജിയം 86-ാം മിനിറ്റിലെ ലുക്കാക്കുവിന്റെ ഗോളിലൂടെ തിരിച്ചെത്തി. പിന്നാലെ 89-ാം മിനിറ്റിൽ യൂറി ടിൽമാൻസിലൂടെ ബെൽജിയം രണ്ടാം ഗോളും മടക്കി സെനഗലിനൊപ്പമെത്തി. അധിക സമയത്ത് സെനഗൽ താരങ്ങൾ പതറാതെ ആക്രമിച്ചു കളിച്ചു. ബെൽജിയം പന്തടക്കത്തിൽ മുന്നിട്ടു നിന്നെങ്കിലും മുന്നേറ്റങ്ങൾ കുറവായിരുന്നു. ഒടുവിൽ 120-ാം മിനിറ്റിൽ കളി പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് നീങ്ങാനിരിക്കെയാണ് നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത്. സെനഗൽ താരം ലമീൻ കമാറയും ടീൽമൻസും തമ്മിലുള്ള ഒരു ക്രോസിനായുള്ള പോരാട്ടത്തിനൊടുവിൽ ബെൽജിയത്തിന് പെനാൽറ്റി ലഭിക്കുകയായിരുന്നു. ആ പെനാൽറ്റിയിലൂടെ ലഭിച്ച മൂന്നാം ഗോളാണ് ബെൽജിയത്തിന് പ്രീ ക്വാർട്ടറിലേക്കുള്ള പാതയിൽ തുണയായത്. തോൽവിയിലും തലയുയർത്തിപ്പിടിച്ചാണ് സെനഗൽ ഈ ലോകകപ്പ് വേദിയോട് വിട പറയുന്നത്. മത്സരത്തിന്റെ ഭൂരിഭാഗം സമയവും ബെൽജിയം പോലൊരു വമ്പൻ ടീമിനെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് സെനഗൽ പുറത്തെടുത്ത പ്രകടനം ഫുട്ബോൾ ലോകം ഒരിക്കലും മറക്കില്ല. വേൾഡ് കപ്പ് ഡെസ്ക്, കൈരളി ന്യൂസ്.